നിമിഷപ്രിയ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നു. ചർച്ച നാളെയും തുടരും. ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നതും മരവിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ചർച്ചയിൽ അനുകൂല നിലപാടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. യമനിലെ സുപ്രീം കോടതി ജഡ്ജിയും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ടുനിന്ന്. സമീർ, ആശാവഹമായ പുരോഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം ഈ ചർച്ചകളിൽ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ചർച്ചയിൽ ഇവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിൽ ഒരു വിഭാഗം കുടുംബാംഗങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അതായത് വധശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഏതാനും പേർ അതിനെ എതിർക്കുന്നു. തലാൽ കൊല്ലപ്പെട്ടതല്ലേ, അതുകൊണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ചർച്ച വിജയകരമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് എംഎൽഎ പ്രസിദ്ധ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗവുമാണ്. ആ ഒരു അടിയന്തര യോഗം അല്പസമയം മുമ്പ് ഇന്നത്തെ ഈ യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇതിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ഇതോടൊപ്പം തന്നെ ഇനി 48 മണിക്കൂർ മാത്രമാണ് യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് വധശിക്ഷ നടപ്പാക്കാനുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ അതിന്റെ സമയം ദീർഘിപ്പിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടി അംഗീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത്. ഏതായാലും ഈ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ച നാളെയും തുടരും. ഇതിൽ ഈ സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിൽ ഇളവ് തേടിക്കൊണ്ടുള്ള അതിലൊരു അപ്പീൽ നിമിഷപ്രിയ നൽകിയിരുന്നു. അത് സുപ്രീം കോടതി തള്ളിയ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി കൂടി ഇതിനകത്ത് ഭാഗമാകുന്നു. മാത്രമല്ല, കുടുംബം ഇത്തരത്തിൽ ഒരു ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് നൽകാൻ തയ്യാറായാൽ അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ എളുപ്പമാകും. അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നാളെയും ചർച്ച ഉണ്ടാകും. യമനിലെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ ഗോത്ര നേതാക്കളെയും ഒക്കെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ യമനിൽ നിന്നുള്ള പ്രതിനിധി സംഘം അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ട്. 3 ഘട്ടങ്ങളായി ചർച്ചകൾ നടന്നു. അതിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിന് അതിലൊരു വിഭാഗത്തിന് അനുകൂല നിലപാടുണ്ട്. അതിനെ എതിർക്കുന്നവരെ കൂടി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ചർച്ച നാളെയും തുടരും. അവിടുത്തെ ന്യായാധിപന്മാരുൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ കാന്തപുരത്തിനെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചർച്ച നാളെയും തുടരും. ആശാവഹമാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ എന്നതാണ് ഈ ഘട്ടത്തിലും അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.